കാര്യം അത്രയും ടെൻഷൻ അടിച്ച് കൈയും കാലും വിറച്ചിട്ടാണ് ചെയ്തതെങ്കിലും, അന്നത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇന്നും ഞാൻ ആ ഒരു കാര്യത്തില് വളരെ ഡൗൺ ആയി പോയേനെ. അതായത് എനിക്കത് ചെയ്യാൻ പറ്റാതായി പോയേനെ. സത്യം പറയാ കയ്യും കാലും വിറച്ച് നിന്നിട്ട് ആരോടാ ഒന്ന് ഹെൽപ്പ് ചോദിക്കേണ്ടതെന്നുള്ളത് അറിയുന്നില്ല എനിക്ക്. ആരെയും ഞാൻ കാണുന്നില്ല. എന്റെ കണ്ണിന്നൊക്കെ വെള്ളം വന്ന അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക എന്താ ഞാനിനി ചെയ്യാന്നുള്ള അവസ്ഥയിലായിരുന്നു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ മാസമായി, ദിവസം എന്ന് പറഞ്ഞാൽ പോരാ, കുറേ മാസമായി നമ്മളൊരു ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. കാരണം എന്ന് ചോദിച്ചാൽ മടിയെന്നും പറയാ, പിന്നെ പ്രത്യേകിച്ച് ടൈമും കിട്ടിയില്ല, ഒരു എടുക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി സ്റ്റോറിയാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു, അത് കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ അത് വലിയ സംഭവമായിട്ട് തോന്നൂല, ഇതൊക്കെയാണോന്ന്. പക്ഷെ എനിക്കത് ഭയങ്കര ഒരു സംഭവം എന്തോ നിങ്ങളടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ഒന്നല്ല, ഏകദേശം ഒരു 2022-ലോ 23 22 23 ഏതോ വർഷം എനിക്ക് ഓർമ്മയില്ല. കുറച്ച് ഒരു 3 വർഷം മുന്നേ ഞാൻ അന്ന് എറണാകുളത്താണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നാട്ടിൽ നിന്ന് നമ്മൾ പോവുമല്ലോ, തിരിച്ചു പോവുമല്ലോ. അതുവരെ ഞാൻ ബസ്സിനൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഇവിടുന്ന് ട്രെയിനിന്, അതായത് 11:20 ട്രെയിനിന് പോകേണ്ട വന്ന സമയത്ത് വല്യച്ഛനെ റെയിൽവേ സ്റ്റേഷനിലാക്കി തന്നു. അത് അമ്മേൻ്റെ ചേച്ചീൻ്റെ ഭർത്താവ്. അപ്പോൾ കാർ എടുത്തിട്ട് ഞങ്ങൾ പോയെ. കാർ എടുത്ത് പോയ സമയത്ത് എന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാക്കി തന്നു. എന്നോട് പറഞ്ഞു, നീ പോയി ടിക്കറ്റ് എടുത്തോ, ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാം, ഇവിടെ പാർക്ക് ചെയ്യാതില്ല, അപ്പുറം പോയി പാർക്ക് ചെയ്തിട്ട് വരാം, നീ ടിക്കറ്റ് എടുത്തിട്ട് എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയി, ടിക്കറ്റ് എടുത്തു. പറഞ്ഞു, വലിച്ച ടിക്കറ്റ് എടുത്തു. എന്നോട് ചോദിച്ചു, ഓക്കെ ഞാൻ പാർക്ക് ചെയ്തില്ല, എന്നാ പിന്നെ നീ കേറൂലേ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് വലിച്ച് പോയി. ഞാൻ പിന്നെ ആലോചിക്കുക, എനിക്ക് ട്രെയിൻ കയറാൻ അറിയൂല. ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഈശ്വര ഞാനിനി എങ്ങനെ ട്രെയിൻ കയറുക. എനിക്ക് ട്രെയിൻ കയറാൻ അറിഞ്ഞൂടാ, മീൻസ് കേറാൻ അറിയാം, പക്ഷെ ഇത് എവിടെ, ഏത് ബോഗി, ഏത് ഇതിൽ നിൽക്കണം, എങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം അതുവരെ ഞാൻ ബസ്സിനാണ് പോയിക്കൊണ്ടിരുന്നത്. മുന്നേ ട്രെയിനിന് പോയിട്ടുണ്ട്, പക്ഷെ അമ്മ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടാവല്ലേ, ആരെങ്കിലും വന്ന് ട്രെയിൻ കയറ്റി തരും, അങ്ങനെയൊക്കെയാ പോയിക്കൊണ്ടിരുന്നേ. ഏട്ടന്മാരാരെങ്കിലും കൂടെ ഉണ്ടാവും. പക്ഷേ അന്ന് എൻ്റെ കൂടെ ആരുമില്ല. ഞാൻ ഇങ്ങനെ നിൽക്കുക, കാരണം വിറയ്ക്കുക. ഞാനാണെങ്കിൽ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം എൻ്റെ അടുത്ത് ട്രെയിനിൻ്റെ മറ്റേ വേർ ഇസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞ ആപ്പൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഇങ്ങനെ ട്രെയിന് നോക്കുമ്പോൾ പ്ലാറ്റ്ഫോം 1-ലാണ്. ഓക്കെ, പ്ലാറ്റ്ഫോം 1-ലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഏത് എൻ്റെ മൈൻഡിൽ ഞാനാണെങ്കിൽ ബുക്ക് ചെയ്തിട്ട് ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല. ഞാൻ ഫുള്ള് ജനറൽ എടുത്തിട്ട് ട്രെയിനിൽ കയറിയത്. അപ്പം ഞാനങ്ങനെ ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ നോക്കുക, എനിക്കാണെങ്കിൽ ആരോടാ ചോദിക്കുക, അപ്പൊ ആരെടുത്ത ഞാൻ നിൽക്കുക എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുക. എനിക്കാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു നോക്കി, അവിടെ ഫോൺ എടുക്കുന്നില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഞാനിനി ആരെയും വിളിക്കില്ല, എല്ലാവരും ടെൻഷൻ ആവുമോ, എന്തെങ്കിലും ചെയ്യുക, ആരോടാ ഇപ്പൊ ഒന്ന് പറയാന്നുള്ള രീതിയിൽ എനിക്കാണെങ്കിൽ ബാക്കിയുള്ളവരോട് ഹെൽപ്പ് ചെയ്യിക്കാനൊക്കെ ഭയങ്കര മടിയുവാ. അപ്പൊ ഞാൻ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക, ഈശ്വര ഞാനിപ്പോ എന്താ ചെയ്യാന്നുള്ള ലെവലിൽ പെട്ടുപോയല്ലോ എന്നുള്ള അവസ്ഥയിൽ ഞാൻ നിൽക്കുക. എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് നോക്കിയപ്പോൾ അവൻ വേറെ എവിടെയോ ആണുള്ളത്, ലോങ് എങ്ങാനും. അപ്പൊ ആ ഒരു ടൈമിൽ, കാരണം ഇനി അരമണിക്കൂർ 1/4 മണിക്കൂർ എങ്ങാനേ ട്രെയിൻ വരാനുള്ള സമയമുള്ളൂ. അപ്പൊ അതിനുള്ളിൽ എത്തൂല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു എവിടെയല്ലേ, ഞാൻ ഇവിടെ വരുമോ, ഞാൻ അങ്ങനെ പോവുകയാണ്, അങ്ങനെ ഞാൻ പറഞ്ഞ. ട്രെയിൻ കയറാൻ അറിയില്ല എന്ന് ഞാൻ അതുവരെ പറയുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ചില്ല, ലോങ് ആവും, എത്തൂല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, അതിലേക്ക് ഭയങ്കര ടെൻഷനായേ. അപ്പൊ ട്രെയിൻ വന്ന്, ഞാനത് അപ്പത്തേക്കും എനിക്ക് കണ്ണുന്നൊക്കെ വെള്ളം വന്ന്, എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. എന്നെ ട്രെയിൻ കയറ്റി തരാണ്ട് വില്ലേജ് പോയി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. കാരണം എന്നോട് എന്താ പറഞ്ഞത്, നീ ടിക്കറ്റ് എടുത്തിട്ട് എന്നെ വിളിക്കും, ഞാൻ കാറ് വർക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, ടിക്കറ്റ് എടുക്കാൻ അപ്പൊ വലിയ അറിവൊന്നുമില്ല. വരിയൊന്നും ഞാൻ പോയി ടിക്കറ്റ് ഒക്കെ എടുത്ത്, ഞാൻ ടിക്കറ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വല്യച്ഛൻ പോയി. വല്യച്ഛൻ്റെ വിചാരം വല്യച്ഛൻ അറിയില്ല, വല്യച്ഛൻ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും വല്യച്ഛൻ ഈ കാര്യം തന്നെ അറിയുന്നത്. അപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈശ്വരാ ഞാനാകെ പെട്ടുപോയി, ഇനിയിപ്പോ തിരിച്ച് വിളിക്കാനും പറ്റൂല. ആകെ എനിക്ക് കണ്ണും എൻ്റെ മുഖമൊക്കെ കൂടെ എന്തോ ആയി. ഞാൻ ഫുള്ള് ടെൻഷൻ അടിച്ച് ഫുൾ ബാഡായി. എന്നിട്ട് അവിടെ ആരും കാണുന്നുമില്ല ചോദിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നോക്കുമ്പോ കുറെ ആൾക്കാർ ബുക്ക് ചെയ്ത് കയറുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ എവിടെയാണ് ഈ ജനറൽ എവിടെയാന്നുള്ളത് അറിയണ്ടേ. ഫ്രണ്ടിലും കുറെ കാണുന്നുണ്ട്, പിന്നെ ഞാൻ ഈ ട്രെയിനിന്റെ ആപ്പിൽ നോക്കിയപ്പോൾ ബാക്കിലും കാണുന്നുണ്ട്. എനിക്കറിയില്ല. അവസാനം ഞാൻ 2 കൽപ്പിച്ച് ട്രെയിൻ വന്ന് നിർത്തി. മാറി കയറി പോവോ, ടി.ടി.ആർ എന്നെ ഇറക്കി വിടുമോ എന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിൽ മുഴുവൻ. അങ്ങനെ ട്രെയിൻ വന്ന് നിർത്തി. അപ്പൊ ഞാൻ ഇങ്ങനെ ബാക്കിലേക്ക് പോയി. എന്തായാലും ബാക്കിലായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കിലേക്ക് ഓടി അങ്ങ് അറ്റത്തെത്തി.
അത് അറ്റത്തെത്തിയപ്പോൾ ഞാൻ എന്നിട്ട് ഓരോരുത്തരോട് ചോദിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, "ഇത് ജനറലാണ്?" അപ്പോൾ പറഞ്ഞു, "അല്ല, ബുക്ക് ചെയ്താ, ബുക്ക് ചെയ്താ, ബുക്ക് ചെയ്താ, ബുക്ക് ചെയ്താ" പറഞ്ഞിട്ട് ഫുള്ള് ടെൻഷൻ ആവാൻ തുടങ്ങി. ഞാനാണെ ഈ ബാഗും ഒക്കെ കൂടെ എടുത്തിട്ട് എനിക്കാവുന്നില്ല. കയ്യും കാലൊക്കെ തളരുക. എന്നിട്ട് ഞാൻ നേരെ ചെന്ന് അവിടെ നിന്ന്, "ചേച്ചി ഇത് ജനറലാണ്, ഇത് ബുക്ക് ചെയ്ത് കേറുന്നെ." അപ്പോൾ ഒരേട്ടൻ പറഞ്ഞു, "അല്ല, ഇത് ജനറലാന്ന്" പറഞ്ഞ്. സമാധാനം ഞാനവിടെ കേറി. അവിടെ കേറി ഒന്ന് സീറ്റൊക്കെ ഒന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാനൊന്ന് സത്യം പറഞ്ഞാൽ ശ്വാസം വിട്ടത്. ട്രെയിൻ എടുത്തപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എനിക്ക് സത്യം പറയാം ഭയങ്കര എന്താ പറയാ, ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ട് ട്രെയിന് കേറിയ ആദ്യമായിട്ടായിരിക്കും ഒറ്റയ്ക്ക്. കാരണം എനിക്ക് അവിടെ ചെന്നിട്ട് എറണാകുളത്ത് ചെന്ന് അവിടെ എനിക്ക് ഇറങ്ങാൻ അറിയാം. ഇതൊക്കെ ഇപ്പൊ ട്രെയിൻ കേറാനും ഇറങ്ങാനും വലിയ പണിയൊന്നുമില്ല. പ്ലാറ്റ്ഫോമിൽ നിന്ന് കേറുക, പ്ലാറ്റ്ഫോം നമുക്ക് ഇവിടെ എത്തേണ്ട സ്ഥലത്ത് ഇറങ്ങുക, അത് നമുക്കറിയാം. പക്ഷെ ഇത് ഏത് ബോഗിയിലാ കേറണ്ടെന്നുള്ളത് സത്യം പറയാം ഭയങ്കര ടെൻഷൻ അടിച്ചു കഴിഞ്ഞ്. എന്നിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി പോയി. അപ്പൊ എന്റെ ഫ്രണ്ട് വിളിച്ചു എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞേക്ക് ട്രെയിനർ അറിയൂലായിരുന്നു, അതിനാ വിളിച്ച്. നീ എന്നാ പറയണ്ടേ, നീ എന്നാ പറയണ്ടേ, നിനക്ക് ട്രെയിനർ അറിയൂല. ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് എത്തിയില്ല, എന്നിട്ട് എന്തായി എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കേറി, ജനറലിൽ കേറി ഇവിടെ എത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണെങ്കിൽ അമ്മയൊക്കെ ചോദിച്ചു, എന്താ കേറിയെന്നൊക്കെ. ഞാൻ പറഞ്ഞു, ആ കേറി എന്നൊക്കെ പറഞ്ഞു. അതുവരെ ഞാൻ ആരോടും പറഞ്ഞില്ല ഈ കാര്യം. എന്നിട്ട് തിരിച്ച് എന്താ പറയാ പോയി എറണാകുളത്ത് എത്തി. എറണാകുളത്ത് എത്തിയപ്പോ എനിക്ക് സമാധാനായേ. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് എനിക്ക് ഹോസ്റ്റലിലേക്ക് പോവാൻ എനിക്കറിയാം. ഞാൻ ആകെ കൺഫ്യൂഷൻ അടിച്ചു. ഞാൻ ആകെ എന്താ പറയാ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു പിന്നീട് എനിക്ക് ധൈര്യമായിട്ടോ. പിന്നെ എനിക്ക് ധൈര്യം. ഓ, ഇനി എന്ത് വന്നാലും ഇങ്ങനെ അങ്ങ് കേറിയാ മതിയല്ലോ. ആ ഒരു പേടി മാറിക്കിട്ടി. ആ ഒരു സംഭവം ഞാൻ ചെയ്തോട് കൂടിയിട്ട് എനിക്ക് ആ ഒരു പേടി മാറിക്കിട്ടി. അപ്പൊ ഇതിന്റെ അകത്ത് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ, നമുക്ക് പേടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിരുന്ന ശരിയല്ല. നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്നാൽ പിന്നെ നമുക്കതൊരു ധൈര്യമായിട്ട് പിന്നീട് നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ആ ഒരു കാര്യം നമുക്ക് തന്നെ ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റും. അന്ന് ആ ഒരു ഇത് കേറിയോട് എനിക്ക് ഭയങ്കര ധൈര്യമായി. പിന്നെ ഇവിടുന്ന് ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോവാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ട്രെയിനിൽ ഒറ്റയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ കണ്ണൂർ വെല്ലുബടെ എടുത്താണെങ്കിൽ ഇവര് കണ്ണൂരാ, വലിയച്ഛന് വലിയ കണ്ണൂരാ. അപ്പൊ അങ്ങോട്ടേക്ക് പോകാനാണെങ്കിലും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഞാൻ തുടങ്ങി. അങ്ങനെ ഒറ്റയ്ക്ക് ട്രെയിൻ കയറാം. ഇപ്പോൾ ബസ്സിനൊന്നും പോകണ്ട, വേഗം ട്രെയിനിൽ അങ്ങ് കയറാം എന്നിട്ട്. എന്നാലും ഇത്രയും കാലമായിട്ട് ഞാൻ ബുക്ക് ചെയ്ത് കയറിയിട്ടില്ല കേട്ടോ. ഫുള്ള് ജനറൽ എടുത്തിട്ട് ഞാൻ കയറിയിട്ടുള്ളൂ. കാരണം അത്രേ ഉള്ളുവല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കയറാൻ തുടങ്ങി. ഇപ്പൊ ആയാലും അമ്മയായാലും എല്ലാരും ഇപ്പൊ ട്രെയിൻ കയറ്റി കൊടുക്കാൻ കൂട്ട് വിളിക്കുന്നത് എന്നെയാ. എനിക്ക് ഭയങ്കര ആ ഒരു കാര്യത്തിൽ എനിക്ക് എന്നെ ഭയങ്കര ഒരു പ്രൗഡായിട്ട് എന്നെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അത്രയൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുറെ ആൾക്കാർ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത്. കാരണം ട്രെയിൻ കയറാൻ അറിയാതെ ഒറ്റയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആ സമയത്ത് എൻ്റെ അമ്മേ എനിക്കത് ആലോചിക്കാൻ കൂടെ വയ്യ. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ അന്ന് അങ്ങനെ ഉണ്ടായത് നന്നായി എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക്. കാരണം അതുകൊണ്ട് എനിക്ക് ആ ഒരു പേടി മാറി കിട്ടി. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാതെ ആയി. ബുദ്ധിമുട്ട് തോന്നാതെ ആയി. കാരണം ഇപ്പൊ അമ്മമ്മയായാലും ഇപ്പൊ കോട്ടയത്ത് അമ്മമ്മയുടെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകുമ്പോഴായാലും ട്രെയിൻ കയറ്റി കൊടുക്കാൻ എന്നെ കയറ്റി കൊണ്ടുപോകാൻ എനിക്ക് അറിയില്ല എന്നിട്ട്, അതോ ചിലപ്പോൾ ബുക്ക് ചെയ്തൊക്കെയാവും. ഒരു ബുക്ക് ചെയ്തിട്ടൊക്കെ കയറാം. അപ്പൊ ബുക്ക് ചെയ്താണെങ്കിൽ കറക്റ്റ് നോക്കിയിട്ട് ഒരു ട്രെയിനുള്ളിൽ സേഫ് ആക്കിയിട്ട് ആക്കി കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോരാ. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് അന്നങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ആ ഒരു ധൈര്യം ഉണ്ടായത് കൊണ്ട്, സംഭവം കയ്യും കാലും പറിച്ചിട്ടാണ് ചെയ്തതെങ്കിലും അന്ന് അത് ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഇന്നിപ്പോ എനിക്ക് ഇവരെയൊക്കെ ഇങ്ങനെ ട്രെയിൻ കയറ്റി കൊടുത്ത് തിരിച്ചു വരാനായാലൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പൊ അത് ആലോചിച്ചപ്പോ എനിക്ക് ഭയങ്കര, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നി. ഏഹ് കയ്യും കാലും വിറച്ച ഒരു സിറ്റുവേഷൻ ആയിരുന്നു ട്ടോ. അത് എനിക്കിപ്പോ ആലോചിക്കുമ്പോ സങ്കടം. ഇപ്പം കഴിഞ്ഞിട്ടിപ്പോ 3 കൊല്ലത്തിന്റെ അടുത്തായി. പക്ഷെ ഭയങ്കര എന്നെപ്പറ്റി ആലോചിക്കുമ്പോ എനിക്ക് തന്നെ ഒരു പ്രൗഡ്. നിങ്ങൾക്ക് ഇത് കുറെ ആൾക്കാര് ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവും ഇതേപോലെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതല്ല വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കണേ. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. വേറെ വീഡിയോ കാണുന്നവരെ ബൈ.